വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ സമ്മേളനത്തിലെ വിവാദത്തിൽ വിശദീകരണവുമായി ആർ ശ്രീലേഖ. വിളിക്കാതെ VVIPകളുടെ അടുത്ത് പോകരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലത്ത് തുടർന്നത് അച്ചടക്കത്തിന്റെ ഭാഗമായെന്നും ശ്രീലേഖ. ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ടുന്നതിൽ ഉറച്ച ഷിംജിത. വീഡിയോ ദൃശ്യങ്ങളിൽ തെളിവില്ലെന്ന് പോലീസ്. വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും പങ്കെടുക്കും. നടപ്പിലാക്കുന്നത് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കൂർ നറുക്കെടുപ്പ് ഇന്ന്. ഒന്നാം സമ്മാനം 20 കോടി. ഇതുവരെ 54,08,880 ടിക്കറ്റുകൾ വിറ്റു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകം. ജാമ്യ ഹർജി പത്തനംതിട്ട സെഷൻസ് കോടതി പരിഗണിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ UAEയിൽ നടന്ന ചർച്ചകളിലും പ്രതീക്ഷ മങ്ങുന്നു. തർക്കം ഡോൺബാസ് മേഖല വിട്ടുവീഴ്ചകൾക്ക് റഷ്യയും തയ്യാറാകണമെന്ന് സെലൻസ്കി. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് ഷെയ്ഖ് ഹസീന. അരാജകത്വത്തിലേക്കാണ് ബംഗ്ലാദേശ് എന്ന വിമർശനം. ഇരുണ്ട മണിക്കൂറുകളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നതെന്നും മുൻ പ്രധാനമന്ത്രി. T20 ഇന്ത്യക്ക് 2ാം ജയം. ന്യൂസിലൻഡിനെതിരെ 7 വിക്കറ്റ് ജയം. സൂര്യകുമാറും ഇഷാൻ കിഷനും തിളങ്ങി.